അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരളത്തിലെ നദികളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നദികളിൽ ഫസ്റ്റ് നദിയായിട്ട് പെരിയാറിനെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകണം. നമുക്ക് കുറച്ച് സ്പീഡിലായിരിക്കും ക്ലാസ് പോവുക, കാരണം ഇതൊരു റിവിഷൻ ക്ലാസ്സാണ്. കാരണം നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അഡീഷണൽ പോയിൻറ്റ്സ് എഴുതിയെടുക്കുക. സ്ലൈഡ് അല്ലാതുള്ളത് വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വായിച്ചു വെക്കുക. ഓക്കെ. ഫസ്റ്റ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ശിവഗിരി കൊടുമുടികളിൽ നിന്നാണ്. ഏകദേശം 244 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. അപ്പം നീളം ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ പെരിയാറിൻ്റെ തടത്തിൻ്റെ വിസ്തീർണം 5398 ചതുരശ്ര കിലോമീറ്ററാണ്. അതുപോലെ ഇത് ആദ്യം വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകും, പിന്നെ അറബിക്കടലിലേക്ക് പതിക്കുന്നു. ഇത് ഈ ഭാരതപ്പുഴ എന്ന ഈ പെരിയാർ എന്ന നദി തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ ഒഴുകി ഇടുക്കി എറണാകുളം ജില്ലയിലൂടെ ഒഴുകുന്നു. അതുപോലെ ആലുവാപ്പുഴ, കാലടിപ്പുഴ എന്നീ പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ. ജലവൈദ്യുത പദ്ധതികൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം. ഇനി നമ്മൾ വേറൊരു കാര്യം പഠിക്കുമ്പോൾ അത് ഞാൻ പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് ഇത് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ളത് പെരിയാറിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത് പെരിയാറിലാണ്. അപ്പം ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ്, അതുപോലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദികളാണ്, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതിയുള്ള നദിയാണ്, ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ള നദി പെരിയാറാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. പെരിയാറുമായി ആദ്യമായി കൂടിച്ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ എന്ന് പറയുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടും ജലവൈദ്യുത പദ്ധതിയുമാണ് പെരിയാറിലെ ഇടുക്കി അണക്കെട്ട്. പിന്നെ ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് ഡാമുകളിൽ ഒന്നാണിത്. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാർ നദിയാണ്. അതുപോലെ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന്